നബിവാക്യം. ആരെങ്കിലും തൻ്റെ ജീവിത വിഭവങ്ങളിൽ വിശാലതയും അതുപോലെ ദീർഘായുസ്സും മരണാനന്തരം താൻ സ്മരിക്കപ്പെടുന്നതും ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ തൻ്റെ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ. വളരെ പ്രസക്തമായ ഒരു നബിവാക്യമാണിത്. ഇക്കാലത്ത് കുടുംബം എന്നത് അണുകുടുംബമായിട്ട് മാറിയിരിക്കുകയാണല്ലോ. ഭാര്യ, ഭർത്താവ്, ഒന്നോ രണ്ടോ മക്കൾ, അതാണ് ഇന്നത്തെ കുടുംബസങ്കല്പം. ഈ അണുകുടുംബത്തിലെ മാതാപിതാക്കൾ വാർദ്ധക്യാവസ്ഥയിലായി കഴിഞ്ഞാൽ അവരെ വല്ല അമ്പലനടയിലോ വൃദ്ധസദനങ്ങളിലോ വഴിയോരങ്ങളിലോ കൊണ്ടുപോയി തള്ളുക എന്നതാണ് മക്കളുടെ കടമ. ഇത്രയും അധപ്പതിച്ച ഒരു സംസ്കാരത്തിലെത്തപ്പെടാൻ കാരണം ദൈവിക നിർദ്ദേശങ്ങൾ കൈയൊഴിഞ്ഞ് കേവല ഭൗതിക സംസ്കാരത്തിൽ ആകൃഷ്ടരായ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നത് കൊണ്ട് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ സൃഷ്ടാവായ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കാൻ കൽപ്പിച്ചതിനോടനുബന്ധിച്ച് തന്നെ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ കൽപ്പിക്കുന്നുണ്ട്. നാം അങ്ങോട്ട് ബന്ധം ചേർക്കാൻ ശ്രമിച്ചാലും അകന്നു നിൽക്കുകയും ഇങ്ങോട്ട് മോശമായി പെരുമാറുകയും ചെയ്യുന്നവരുണ്ടാവും. അതൊന്നും നോക്കാതെ ദൈവപ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് വേണ്ടത്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ദൈവിക സഹായം ലഭിക്കുമെന്നാണ് നബി തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു നബിവാക്യത്തിൽ പറയുന്നത്, ആര് കുടുംബബന്ധം മുറിച്ചുവോ അവനിലേക്ക് ദൈവകാരുണ്യം വർഷിക്കുകയില്ല, കുടുംബബന്ധങ്ങൾ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും തിരുനബി പ്രസ്താവിച്ചിട്ടുണ്ട്.